പ്രിയപ്പെട്ട സാക്സഫാരിയുടെ പ്രേക്ഷകരെ എല്ലാവർക്കും ഹാപ്പി വിഷു ദിനമാണ്. രാവിലെയാണ് വീഡിയോ ഇടേണ്ടത്, പക്ഷെ ഇന്ന് വൈകിട്ടാണ് ഇടുന്നത്. ഒന്നുമില്ല, വിഷുവിന് ഞാൻ പറഞ്ഞ ഇൻട്രോ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ എൻ്റെ കയ്യിലുള്ള സാധനം കണ്ടെങ്കിൽ ഇതാണ് രുചികരമായ മാംഗോ പുഡിംഗ് അഥവാ മാങ്ങ പുഡിംഗ്. നമുക്കറിയാം മാമ്പഴക്കാലമാണ്, എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ വലിച്ചു നീട്ടുന്ന ഒരു കാര്യമുണ്ട്, എനിക്കിത് പോയി തിന്ന് തീർക്കണം. കാരണം നല്ല തണുപ്പുണ്ട്. അലിന് തീരുന്നതിന് മുമ്പ് വാ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്. നമ്മൾ ഷോപ്പിംഗ് മാളൊക്കെ പോയി കഴിക്കുന്ന പുഡിങ് ഇല്ലേ, ആ ബേക്കറൊക്കെ പോയി കിട്ടാം, അതിനേക്കാളും ടേസ്റ്റി എന്ന് പറയാം. വായിൽ അലിന് ചേരുന്ന രൂപത്തിലുള്ള നല്ല മധുരമുള്ളൊരു പുഡിങ് നിങ്ങളെ ഉണപ്പിക്കാൻ പോവുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും വീഡിയോ ഒക്കെ കാണാം. ഓക്കെ, പ്രിയപ്പെട്ട സാക്സഫാരിയുടെ പ്രേക്ഷകരെ എല്ലാവർക്കും ഹാപ്പി വിഷു ദിനമാണ്. രാവിലെയാണ് വീഡിയോ ഇടേണ്ടത്, പക്ഷെ ഇന്ന് വൈകിട്ടാണ് ഇടുന്നത്. ഒന്നുമില്ല, വിഷുവിന് ഞാൻ പറഞ്ഞ ഇൻട്രോ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ എൻ്റെ കയ്യിലുള്ള സാധനം കണ്ടെങ്കിൽ ഇതാണ് രുചികരമായ മാംഗോ പുഡിംഗ് അഥവാ മാങ്ങ പുഡിംഗ്. നമുക്കറിയാം മാമ്പഴക്കാലമാണ്, എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ വലിച്ചു നീട്ടുന്ന ഒരു കാര്യമുണ്ട്, എനിക്കിത് പോയി തിന്ന് തീർക്കണം. കാരണം നല്ല തണുപ്പുണ്ട്. അലിന് തീരുന്നതിന് മുമ്പ് വാ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്. നമ്മൾ ഷോപ്പിംഗ് മാളൊക്കെ പോയി കഴിക്കുന്ന പുഡിങ് ഇല്ലേ, ആ ബേക്കറൊക്കെ പോയി കിട്ടാം, അതിനേക്കാളും ടേസ്റ്റി എന്ന് പറയാം. വായിൽ അലിന് ചേരുന്ന രൂപത്തിലുള്ള നല്ല മധുരമുള്ളൊരു പുഡിങ് നിങ്ങളെ ഉണപ്പിക്കാൻ പോവുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും വീഡിയോ ഒക്കെ കാണാം. പ്രിയപ്പെട്ട എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള വിഷു ആശംസകൾ നേരുകയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മളെ പുഡിങ്ങിൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ മാങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. മാംഗോ, പാല്, അതുപോലെ തന്നെ അതിന് വേണ്ട കോൺഫ്ലവറിൻ്റെ പൗഡർ, മിക്സി, പഞ്ചസാര ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം വീട്ടിലാണ് സദ്യ കഴിച്ചിട്ട് സുഹൃത്തുക്കളെ വീട്ടിലൊക്കെ എല്ലാം ഇപ്പോൾ ഇറങ്ങും. ഇപ്പോൾ രാവിലെ ഒരു 11 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ പോയി തിരിച്ച് വരുമ്പോൾ നല്ല ചൂടായിരിക്കും. ഇപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ മടിയായിട്ടാണ് ഞങ്ങൾ പല വീട്ടിലും പോകുന്നില്ല, വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞത്. അത്രയും ചൂടാണ്. അപ്പോൾ ഇങ്ങനെ ചൂടുള്ള സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ചിൽഡാവാനുള്ള ഒരു സൂപ്പർ ഐറ്റമാണ് ഈ മാംഗോ പുഡിങ്. അപ്പോൾ ഞാൻ എന്നത് കോഴിക്കോട് പോയി വരുന്ന വഴിക്ക് നല്ല മാങ്ങ എന്ന് പറയുമ്പോൾ എനിക്ക് ആ വണ്ടിൻ്റെ അടുത്തൂടെ പാസ് ചെയ്തപ്പോൾ തന്നെ നല്ല സ്മെല്ലടിച്ചു. അപ്പോൾ തിരികെ പോയി വാങ്ങിയ മാങ്ങയാണ്. അപ്പോൾ നല്ല മധുരം ഉണ്ടല്ലേ, നല്ല മധുരമൊക്കെ ഉണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. ഭാര്യ കട്ടക്കലിപ്പിലാണ്. ഓക്കെ, ഈ വീഡിയോ എടുക്കുന്നതൊന്നും അത്ര പിടിക്കൂല, എന്നാലും കട്ടക്കലിപ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇവർക്ക് ഇത് ഉണ്ടാക്കാനുള്ള വ്യക്തതയിലാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ, പാല്, കോൺഫ്ലവർ, പഞ്ചസാര, ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചീൽഡാൻ പറ്റിയൊരു മാംഗോ പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ കരിപ്പെല്ലാം മാറിയല്ലേ, കുറച്ച് കരിപ്പെല്ലാം മാറിയിന്. അപ്പോൾ എന്തായാലും ഇന്ന് പുറത്തൊക്കെ പോകാനുള്ളതാണ്, പെട്ടെന്ന് ഉണ്ടാക്കണം. അതാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സദ്യയൊക്കെ അതും ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിതാ മിക്സി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു മിക്സിയൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ. വ്യാപാരി വ്യവസായിൻ്റെ ഒരു ക്യാമ്പിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു ജില്ലാ ഭാരവാഹിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സലീം രാമനാട്ടുകാരെന്ന് പറയും, പുള്ളിക്കാരൻ ഗിഫ്റ്റ് തന്നൊരു മിക്സിയാണ്. അപ്പോൾ ആ മിക്സിക്കകത്താണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ പരിപാടി തുടങ്ങാൻ പോട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്പർ 1 മാംഗോ പുഡിങ്ങിനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യമായി നമ്മുടെ സൂപ്പർ സ്റ്റാർ മാംഗോ നമ്മൾ ആ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ശേഷം പഞ്ചസാര, മാംഗോ പഞ്ചസാരയും കൂടി ഇന്ന് അടിച്ച് മാറ്റാൻ പോവാണ്. ഇതാ പഞ്ചസാര, ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 44 രൂപ കിലോയ്ക്കുള്ള പഞ്ചസാരയാണ്, ശ്രദ്ധിച്ചിടണേ മോളെ. അങ്ങനെ പഞ്ചസാര ഇട്ടിക്കണ്. അപ്പോൾ പഞ്ചസാരയും മാംഗോ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത ഐറ്റം. ഇത് നല്ല നാടൻ പശുവിൻ്റെ പാലാണ്, ഇന്നലെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്ത് പിന്നെ കടയും തുറന്നിട്ടില്ലെങ്കിലും വിചാരിച്ചിട്ട് ഇന്നലെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പുറത്തൊരു ദിവസം പടക്കൊക്കെ മാറ്റിക്കൊണ്ടൊന്ന് ജെക്സാറാക്കണം. അല്ല നമ്മളെ കോൺഫ്ലവർ ഇടണ്ട, ഇപ്പോൾ കത്തിക്കുള്ളൂ. ഇപ്പോൾ കോൺഫ്ലവർ ഇടണം. ഓക്കെ, അത് പാകമായോ നോക്കുക. ഏകദേശം ഒരു ഷേക്കിൻ്റെ പരുവത്തിലായിട്ടുണ്ടല്ലേ, മാംഗോ ഷേക്കിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. സെറ്റ് പഞ്ചസാരയും മാംഗോയും കൂടി പാലും കൂട്ടിയിട്ട് അടിച്ചിന്. ഇനിയാണ് കോൺഫ്ലവർ. ഈ കോൺഫ്ലവർ പ്രത്യേകം കേട്ടോ, ഇത് ഓർഗാനിക് കോൺഫ്ലവർ പൗഡറാണ്. നമ്മൾ കടയിൽ ഇടുന്നില്ല, നമുക്ക് ഒരു മസാലയുടെ ഒക്കെ ഒരു പരിപാടിയുണ്ട്.
മസാല ഇതിൽ പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്യണം. കോൺഫ്ലവറിൽ നമ്മളൊരു ചെറിയ 10 രൂപയുടെ പാക്കറ്റ് പാൽപ്പൊടി കൂടി മിക്സ് ചെയ്യണം. അങ്ങനെ പാൽപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കോൺഫ്ലവർ പൗഡറാണ്. അപ്പോൾ കോൺഫ്ലവർ പൗഡറിലേക്ക് നമ്മൾ പാൽപ്പൊടി കൂടി 10 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി മതി, അതുകൂടി കോൺഫ്ലവറിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു മസാലയുടെ പരിപാടി ഉണ്ട്, ഓർഗാനിക് മസാലക്കൂട്ടിൻ്റെ പരിപാടി. അപ്പോൾ ഓർഡർ തരുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ തന്നെ ഞങ്ങളുടെ അണ്ടർ തന്നെയുള്ളതാണ് ഈ ഒരു കോൺഫ്ലവർ പൗഡറും. ഇത് പക്ക ഓർഗാനിക് കേട്ടോ, പക്ക ഓർഗാനിക് ആയിട്ടുള്ള കോൺഫ്ലവർ പൗഡറാണ്. ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഈ മസാലകളൊക്കെ തന്നെ മേക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യത്തിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കോൺഫ്ലവർ പൗഡറാണ്. ഞങ്ങൾ പിന്നെ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അവിടെ പോയിട്ട് സാധനം എടുത്തിട്ട് ഓൺലൈനായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് കോൺഫ്ലവർ പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്, തിരുവനന്തപുരം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത് പാല് നല്ലോണം കറക്കി എടുത്തിട്ട് ഇതാ പാൽപ്പൊടിയും കോൺഫ്ലവർ പൗഡറും കുറച്ച് വെള്ളം കലക്കിയിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റൈഫാൻ എടുത്തേക്കാണ്. റൈഫാൻ എടുത്തിരിക്കുന്നത് അടുപ്പത്ത് വെച്ചിരുന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മുട്ട സുക്കൊക്കെ ഉണ്ടാക്കും പോലെ, ചട്ടിപ്പത്തിലൊക്കെ ഉണ്ടാക്കും പോലെ, അതായത് നമ്മളിപ്പോൾ കോൺഫ്ലവറും ആ പാലും കൂടി ഒഴിച്ച വെള്ളം കൂടി അതിൻ്റെ മേളിലൊക്കെ ഒഴിക്കുകയാണ്. അപ്പോൾ മറന്നു പോകേണ്ട, പഞ്ചസാര, പാല്, മാംഗോ ഇത് 3ഉം കൂടി മിക്സ് ചെയ്ത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തു. മാംഗോയും പഞ്ചസാരയും പാലും കൂടി മിക്സിയിൽ അടിച്ചെടുത്തു. അതിനുശേഷം കോൺഫ്ലവറും പാൽപ്പൊടിയും വെള്ളം കൂട്ടിയിട്ടൊന്ന് ഇതാക്കിയെടുത്തു, കലക്കിയെടുത്ത് റൈഫാനിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ചു. ഇപ്പം ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൈഫാനിലേക്ക് ഇടുന്നത്. ഇപ്പോൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. ഇപ്പോൾ ഇടയ്ക്ക് പിറകിലൊന്ന് മോന് അതിൻ്റെ ഒരു തോക്കുണ്ടായിരുന്നു, പടക്കം പിടിക്കില്ല, അത് പൊട്ടിയപ്പോൾ മോൻ ആ പരാതിയൊക്കെ ആയിട്ട് വന്നതാണ്. ഇപ്പോൾ പരാതിയൊക്കെ പരിഹരിച്ചു കൊടുത്ത് പോകാൻ പോയി. അപ്പോൾ ഇതാ ഫുള്ളായിട്ടുള്ള മാംഗോൻ്റെ ഒരു മിക്സ് ചെയ്ത തുള്ളി മാംഗോ വെക്കുന്നില്ല, എല്ലാം ഇതിനകത്തേക്ക് ഇടുകയാണ്. മാംഗോ കുറച്ചുകൂടി ഉണ്ടായിരുന്നു, മൂപ്പർ അടിച്ചു മാറ്റി മാംഗോ കഴിച്ചു. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അടുപ്പിലേക്ക് പോകാൻ കേട്ടോ. ഓക്കെ, ഇതായത് കുറുകി വരുന്നുണ്ട്. എനിക്ക് പാനം ഒന്ന് വിട്ട് വരുന്ന കോലത്തിലാക്കി എടുക്കണം. ഒന്ന് ഓൺ പറ്റും. ഇതാ അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്, ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിട്ടൊന്ന് കുറുക്കുമ്പോഴാക്കണം അല്ലേ, ചെറിയൊരു കുറുകുറായി വരുന്നത് കഴിഞ്ഞാൽ സംഭവം കൊടുത്ത് നമുക്ക് ട്രയലൊക്കെ വെച്ച് ഫ്രീസറിൽ വെച്ച് ഏകദേശം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞാൽ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നേരെ ഇനിയിപ്പോൾ ഇതേമാതിരിക്ക് തന്നെ ഒരു സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ ട്രേയിലോ ആക്കിയിട്ട് നേരെ ഫ്രീസറിലൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒരു ഏകദേശം 4 മണിക്കൂറോ 5 മണിക്കൂറോ കഴിഞ്ഞ് എടുത്ത് ഉപയോഗിച്ചാൽ മാംഗോ പുഡിംഗ് റെഡി. ഓക്കെ, വന്നിട്ടുണ്ടെങ്കിലും കൊടുക്കാമല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ മാംഗോ പുഡിങ്ങിലുള്ള പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചൂടായി വരുന്നുണ്ട്, ചൂടാക്കി സെറ്റാക്കി. ഓക്കെ.